ഇന്ന് നമ്മളൊരു സൂ തുടങ്ങാൻ പോണേ. ആദ്യ ഗൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ വലിയ സൂ. പക്ഷെ ഗൈസ് നമ്മുടെ വലിയ സൂല് ഈ കുഞ്ഞു പട്ടിക്കുട്ടൻ മാത്രമേ ഉള്ളൂ. കണ്ടോ? ആണോ, നിന്റെ പട്ടിക്കുട്ടൻ മാത്രമേ ഉള്ളൂ? പട്ടിക്കുട്ടനുണ്ട്. പാരറ്റോ? ഇതാണ് എന്റെ കുഞ്ഞു സൂ. രണ്ട് പാരറ്റ്, ഒരു കോഴിക്കുട്ടൻ, ഒരു പട്ടിക്കുട്ടൻ. അല്ലട ഷിൻജാനോ? ഷിൻജാനോടിക്ക് വന്നിട്ടുണ്ടായില്ലോ. പക്ഷെ എനിക്ക് അറിയില്ല ഷിൻജാൻ എവിടെയാന്നുള്ളത്. ഷിൻജാനെ നീ ഉണ്ടല്ലേ? ആദ്യത്തേക്ക് ഞാനൊക്കെ ഉണ്ട്. ഇതെന്റെ സുവാ. അയ്യട് തൊട്ടേ നിന്റെ രണ്ട് തത്തമ്മയും അതുപോലെ പട്ടിയും കോഴിയല്ലേ ഉള്ളേ. അതിനിപ്പോ എന്താ, ഇവന്മാരൊക്കെ നല്ല പൈസ തരും. ഞാനും ഇവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ. അയ്യ തൊട്ടേ അയ്യേ. നീ എന്തിനാ എന്നെ മാത്രം കളിയാക്കണേ? ടോയ്സിന്റെ സൂയിൽ പോയി നോക്കിയാക്കേ. ടോയ്സിന്റെ സൂ നോക്കിയാക്കട്ടെ. ഷിൻജാനെ നിക്കടാ, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. അല്ല ടോയ്സിന് കാണണം. നീയാണോ തൊട്ടാണ് ലാസ്റ്റ് എന്നുള്ളത്? അയ്യ ടോയ്സേ, ഇതാണ് നിന്റെ സൂ. മോശം നിന്റെ പട്ടിക്കുട്ട മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പട്ടിക്കുട്ടനെന്താ കുഴപ്പം? അങ്ങനെ ചോദിക്കട്ടെ. ഇവന് കുറച്ച് കളിയാക്കൽ അല്ലെങ്കിൽ കൂടുതലാ. ഞാനൊന്നും പറയില്ല, ഞാൻ പോവാ. അതിനുമ്പ് എന്റെ സൂചിക്കുന്നു വാ. എന്റെ മൃഗങ്ങളൊക്കെ നീ കണ്ടൊന്ന് കണ്ണ് തള്ളു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഷിൻജാനിൽ നല്ല നല്ല ആനിമൽസ് ഉണ്ടാവും എനിക്ക് തോന്നണത്. ആണോ, പോയി നോക്കണോ? വിളിച്ചതല്ലേ ടൈച്ചി, വാ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കേടെ തൊട്ടേ. അപ്പൊ ഞാൻ സൊട്ടയും കൂടി ഷിൻജാന്റെ സൂന്ന് കാണാൻ പോട്ടെ. ഇതാണോ ഷിൻജാന്റെ സൂ? എന്താ സംഭവിച്ചേ? എടാ അതെന്തോ ഇവന്റ് വന്നാ. ഇത് ബ്ലാക്ക് ഹോൾ അല്ലേ? ബ്ലാക്ക് ഹോളോ? അതെ ഇത് ബ്ലാക്ക് ഹോളാ. എടാ ഷിൻജാനെ, നിനക്ക് സയൻസ് ഒക്കെ നല്ലോണം അറിയാല്ലേ? പിന്നെ സയൻസിൽ ഞാൻ പോവില്ല. എന്നെ മൃഗങ്ങളെ നോക്ക്. ഷിൻജാനെ, ആട് തത്തിയൊക്കെയോ? അത് നിന്റെ പാരറ്റൊന്നല്ല, അത് നല്ല വില കൂടുതൽ പാരറ്റാ. നിനക്കറിയില്ല. ഷിൻജാനെ, ഈ ആട് കൊള്ളാലോ, ഇത് ഭയങ്കര വലുതാണല്ലോ. ആദ്യത്തെ ലെജൻഡറി ആടാ. ഷിൻജാനെ, ഈ ആടിനൊക്കെ നീ എത്ര പൈസ കൊടുത്ത് മേടിച്ചേ? ആദ്യത്തെ $200 മില്യൺ. കള്ളം പറയാ, $200 മില്യൺ ഒന്നും ഇല്ല. എന്റെ ലീനി സാധനങ്ങളുണ്ട്, കാണണം നിനക്ക്. അപ്പൊ കാണിച്ചരണ പല്ലിക്കുട്ടൻ. പല്ലിക്കുട്ടനല്ലോ. പിന്നെ ഇത് പല്ലിക്കുട്ടനാ. സോറി, ഇത് പല്ലിക്കുട്ടൻ. ബാക്കിൽ മുതലക്കുട്ടൻ. നിന്റെ ഇനിയുണ്ടോ? ഇനിയില്ല. പക്ഷേ ഇവന്മാരെ വെച്ച് എനിക്ക് കുറെ മൃഗങ്ങൾ മേടിക്കാൻ പറ്റും. ഈ മുതലക്കുട്ടൻ ആട്ടുംകുട്ടനൊക്കെ നല്ല പൈസ ഇല്ലട തൊട്ട് നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഞാൻ ജയിച്ചേ. ഇല്ലട ഞാൻ അധികം സമ്മതിക്കില്ല. പിന്നെ ഇന്നെ തോപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാം, നമുക്ക് കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കാവണേ. അഹങ്കാരം ഞാൻ തീർത്തരാം. ഞാൻ പോവാ. സൊട്ട പോയി ഞാനും പോവാ. ഓക്കെ ഞാൻ പോയിട്ട് വെറൈറ്റി ഡിനോസറുകളൊക്കെ മേടിക്കട്ടെ. ഇത് ഡിനോസറോ? അതെ എന്നെ പറ്റാണെങ്കിൽ തോപ്പിക്ക്. ഞാൻ നിന്നെ എന്തായാലും തോപ്പിക്കും. നമുക്ക് കാണാം. ഞാൻ കാണാം. അപ്പൊ ഞാനുണ്ട്. നമ്മുടെ ഡോഗിന് മ്യൂട്ടേഷൻ വന്നു. അതായത് ആ ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് വന്നില്ലേ ഗൈസ്? അപ്പൊ നമ്മുടെ ഡോഗിന് മ്യൂട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ അടുത്ത നമുക്കുള്ള ഗൈസ് ഇവിടെ റോൾ ചെയ്തോണ്ടാണ് വെറൈറ്റി ആനിമൽസിനെ മേടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ റോൾ ചെയ്യാൻ പോണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏത് കിട്ടും നോക്കാം. നമുക്ക് ഒരു ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ കോഴിക്കുട്ടനെ ഞാൻ പട്ടിക്കുട്ടനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം സ്പിൻ ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് കോഴിക്കുട്ടനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ് ഇവിടെ കണ്ടു 45 പ്രാവശ്യം റോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പിക് കിട്ടും. അതേപോലെ 145 പ്രാവശ്യം റോൾ ആണെങ്കിൽ ലെജൻഡ്, 245 മെത്തിക്ക്. 245 റോൾ ചെയ്യാനോ? ഇതൊക്കെ എപ്പ വരാണ് ഗൈസ്? നമുക്കൊരു പാരറ്റിനെ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവനും കൂടി ഞാൻ എടുത്തൊന്ന് ഇവിടെ ഒന്ന് വെക്കട്ടെ ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് ഇതില് അടുത്തൊരു ഇവന്റ് വന്നിക്കണ്. ഇതേതാണ് ഗൈസ്? സണ്ണാണോ? അതെ ഗൈസ്, സൺ ഗോഡ് മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് സൺ ഗോഡ് മ്യൂട്ടേഷൻ കിട്ടും. അത് ഗൈസ് കിട്ടി. കോഴിക്കുട്ടിന് കിട്ടിയിട്ടുണ്ട് സൺ ഗോഡ് മ്യൂട്ടേഷൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ പറഞ്ഞൊന്നുള്ള ഗൈസ്, നമുക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കണ്ടു. പക്ഷെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് നമ്മുടെ റീബർത്ത് പോയിന്റ് വെച്ചിട്ടാ. കണ്ടു ഗൈസ്? ഇപ്പൊ നമ്മുടെ ഗൈസ് ഒറ്റ റീബർത്ത് പോയിന്റ് പോലും ഇല്ല. നമുക്ക് ഇവിടെ വന്നാണ് റീബർത്ത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കുള്ള ഗൈസ് 7 പ്രാവശ്യം റീബർത്ത് ആണെങ്കിൽ 7 റീബർത്ത് പോയിന്റ് കിട്ടും. അപ്പൊ ഈ പോയിന്റ് വെച്ചുള്ള ഗൈസ് നമുക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കണ്ടു ഗൈസ്? ക്യാഷ് ബൂസ്റ്റ് ചെയ്യാം, റീബർത്ത് ബട്ടൺ, മൾട്ടി റോള്, ലക്ക് ബൂസ്റ്റ്, ജമ്പർ മിനിറ്റ്, ഓട്ടോ റോള്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്നുള്ള ഗൈസ് ഒരു $54 ആക്കട്ടെ. എന്നിട്ട് വേണം ഗൈസ് നമുക്കൊന്ന് റീബർത്ത് ചെയ്യാനായിട്ട്. ഇതാരാ? എന്താ തൊട്ടേ? എനിക്ക് വെറൈറ്റി മൃഗങ്ങളെ കിട്ടി. എന്ത്? അത് അണ്ണാൻകുട്ടൻ, പൂച്ചക്കുട്ടൻ, തവളക്കുട്ടൻ. ആണോ? കാണിച്ചേ. വേഗം ഇത് പൂച്ചക്കുട്ടൻ, ഇത് പുലിക്കുട്ടൻ.
അയ്യടെ സൊട്ടി തവളയും പൂച്ചും പുലിയും നല്ലത്. ഇതുണ്ടല്ലോ ഇതാണ് എലി. അത് സൊട്ട് എനിക്ക് അറിയില്ലടാ. ഇതോ ഇതിന് കാപ്പിബ്ര എന്ന് പറയും. ഇതാ ആമക്കുട്ടൻ. ആടസൊട്ടെ ഞാനും പോവാ. അപ്പൊ ഇപ്പൊ നമ്മുടെ $54 ഇട്ടുണ്ട്. ഞാനുള്ള ഗൈസ് ഒന്ന് റീബർത്ത് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ 7 റീബർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കുള്ള ഗൈസ് 7 റീബർത്ത് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് ക്യാഷ് ബൂസ്റ്റ് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ലക്കും കൂടി ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ. എന്നിട്ട് നമുക്കുള്ള ഗൈസ് ഒന്നും കൂടി ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ലക്ക് ചെയ്ത കാരണം നല്ല നല്ല മൃഗങ്ങളെ കിട്ടുന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. ഗൈസ് കിട്ടി, ടർട്ടിലിനെ കിട്ടി. പക്ഷെ ഗൈസ് ഇപ്പൊ നമ്മുടെ ഗൈസ് പൈസ ഇല്ല. നമ്മുടെ വെറും $0 ഉള്ളൂ. അപ്പൊ ഞാനുള്ള ഗൈസ് ഇവന്മാരിന്ന് കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും ടർട്ടിലിനെ മേടിക്കാൻ പോവാണ്. ഗൈസ് അങ്ങനെ ഞാൻ ടർട്ടിലിനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ നമുക്ക് ഗൈസ് നോക്കിയവൻ നമുക്ക് നല്ല പൈസ വെച്ചിട്ടുണ്ട്. അത് മാത്രല്ല ഗൈസ് നമുക്ക് ഇവിടെ ഡെയിലി റോഡ് ആയിട്ട് ഒരു 3K ക്യാഷും കൂടി കിട്ടും. ഓക്കെ ഗൈസ് അത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതുവരെ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ചേക്കട്ടെ ഗൈസ്. അതേപോലെ നമ്മുടെ സൂ നമുക്ക് വലിയ സൂ ആക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്ബേട്ടെ ഗൈസ്. സബ്ബേതായാലും പോവല്ലേ. ലെറ്റ്സ് ഗൈസ്. അപ്പൊ അടുത്ത റീബർത്ത് ചെയ്യാനായിട്ട് നമുക്ക് $687 ഗൈസ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് നല്ല വെറൈറ്റി ആനിമൽസിനെ കിട്ടുമോ നോക്കട്ടെ. ഇല്ല ഗൈസ് നമുക്ക് പൂച്ചപ്പട്ടി അങ്ങനത്തെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു ഗൈസ് നമുക്ക് നല്ല വെറൈറ്റി മൃഗങ്ങളെ കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരുന്നു. നമുക്ക് എന്തായാലും മാക്സിമം ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ് കിട്ടി, കാപ്പിബ്രനെ കിട്ടി. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവന് നമുക്ക് അത്യാവശ്യം നല്ല പൈസ തരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ എന്തായാലും ഇവനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ ഗൈസ് ഇവൻ നമുക്ക് നല്ല പൈസ തരും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത റീബർത്ത് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമുക്കൊരു ഈഗിളിനെ കിട്ടിയിട്ടുണ്ട്. ഇവന് 55K. ഓക്കേ. അപ്പൊ ഇവൻ നമുക്ക് ഒരു സെക്കൻഡില് $550 തരും. കണ്ടു ഗൈസ്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇവനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ വെച്ച് ഏറ്റവും കൂടുതൽ പൈസ തരുന്നത് ഈഗിളാണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇതിനേക്കാളും നല്ല ആനിമൽ വേണം. എന്നാലാണ് നമുക്ക് ഷിൻചാനൊക്കെ തോപ്പിക്കാൻ പറ്റുള്ളൂ. ഗൈസ് കിട്ടി, ആട്ടുംകുട്ടനെ കിട്ടി ഷിൻചാനിലുള്ളത്. പക്ഷെ ഗൈസ് 400K. പക്ഷെ ഗൈസ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പരുന്തുകുട്ടനെ ഇവിടെ ഇല്ല ഗൈസ്. ഇവരാണെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ വെച്ച് തരും. അവന്റെ ആടിനൊക്കെ മേടിക്കാൻ പോവാ. എന്നെ ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല. എന്നാ നീ ഒരു കാര്യം തൊട്ടേ. നീ ഉണ്ടല്ലോ ടോയ്ക്സിന്റെ കൂടെ നടന്ന് ടോയ്ക്സിന്റെ നീക്കങ്ങളൊക്കെ എന്നോട് പറയ്. പക്ഷെ ഒരു കാരണം വെച്ചാലും ടോയ്ക്സ് ഇത് അറിയരുത്. എന്ത് സൊട്ട് നീ അവിടുന്ന് ഷിൻചാൻ എടുത്തുന്ന് എന്താ സൊട്ടേ? ഷിൻചാൻ എന്ത് ചെയ്ത് നോക്കാൻ പോയതാണോ? എന്നിട്ട് ഇപ്പൊ അവൻ എന്തായി? അവനെ നിനക്ക് പെട്ടെന്ന് തോപ്പിക്കാം. ആണോ? ആടെ തൊട്ട് താങ്ക് യു പറഞ്ഞേ. ഞാനുണ്ടല്ലോ ഷിൻചാൻ ആടിനെയും അതേപോലെ ഡിനോസറിനൊക്കെ മേടിക്കാൻ പോവാ. അറിയാം, പക്ഷെ നീ മേടിക്കുമ്പോ എന്നോട് പറഞ്ഞോളൂ. ആടെ തൊട്ട് ഓക്കെ പറയാം. എന്നാ ശരി ടൈച്ചി, ബൈ. ഞാൻ പോയിട്ട് വെറൈറ്റി സാധനങ്ങൾ മേടിക്കട്ടെ. ബൈ ടൈച്ചി. ഗൈസ് അപ്പൊ ഷിൻചാന്റെ ബേസിലൊന്നും നമുക്ക് പോയി നോക്കാം. ഷിൻചാൻ വേറെ എന്തെങ്കിലും മേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ഷിൻചാൻ വേറൊന്നും മേടിച്ചിട്ടില്ല. ഗൈസ് വേറൊരു പല്ലിക്കുട്ടിനെ മേടിച്ചിട്ടുണ്ട് ഷിൻചാൻ. ഷിൻചാനെ നീ വന്നു ടൈച്ചി. ആടെ ഞാൻ വന്നു. നീ പുതിയ പല്ലിക്കുട്ടിനൊക്കെ മേടിച്ചല്ലേ? അത് ടൈച്ചി പല്ലിക്കുട്ടിനെ മേടിച്ചു. ഇനി ഡിനോസറിനെ മേടിക്കാൻ പോ. ഡിനോസറിനെ നീ മേടിക്കില്ലേ? ഞാൻ മേടിക്കാൻ പോവാ. എനിക്ക് തോപ്പിക്കണ്ടേ? ഓക്കെ ഗൈസ് അപ്പൊ ഇപ്പൊ നമ്മുടെ $1.3 million ആയിട്ടുണ്ട്. ഞാൻ എന്നുള്ള ഗൈസ് ആട്ടുംകുട്ടൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവനെ നമുക്കുള്ള ഗൈസ് ഈ മുക്കിലായിട്ട് വെച്ചേക്കാം. അപ്പൊ ഇവൻ നമുക്ക് ഇവൻ നമുക്ക് നല്ല പൈസ തരും. ഒരു മിനിറ്റ് ഗൈസ് ഇവൻ എത്ര വെച്ച് തരും നോക്കട്ടെ. ഗൈസ് 2K വെച്ച് തരും. ഓക്കെ അപ്പൊ എന്തായാലും ഇവനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഗൈസ് നമ്മുടെ ഒരു 10-20 ആട്ടുംകുട്ടന്മാരായി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും വല്ല വെറൈറ്റി ആനിമൽസിനെ കിട്ടുമോ നോക്കട്ടെ. അതിന് മുമ്പ് ഗൈസ് നമുക്കൊന്ന് റീബർത്ത് ചെയ്തേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും 687K കൊടുത്ത് 7 പ്രാവശ്യം റീബർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് മൾട്ടി റോള് ചെയ്തപ്പോ നമുക്ക് ഒരു റോൾ പാഡ് കൂടി വന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് നമ്മുടെ ക്യാഷ് ബൂസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ ക്യാഷ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് റീബർത്ത് ബട്ടൺ. ഓക്കെ അപ്പൊ റീബർത്ത് ബട്ടൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി 10 റീബർത്ത് വരെ ചെയ്യാൻ പറ്റും. ഓക്കെ പക്ഷെ അതിന് നമുക്കുള്ള ഗൈസ് $2 million വേണം. അതാണ് ഗൈസ് പ്രശ്നം. അപ്പൊ ഞാൻ എന്താണുള്ള ഗൈസ് ഇവിടെ 1.5 ക്യാഷ് മേടിക്കാൻ പോണേ ഗൈസ്. അങ്ങനെ 1.5 ക്യാഷ് മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പക്ഷെ നമുക്ക് ഇതുപോലെ ഗൈസ് നമുക്ക് 2 മണി മേടിച്ചേക്കാം. ലെറ്റ്സ് ഗൈസ് അങ്ങനെ 2 മണി മേടിച്ചിട്ടുണ്ട്. ഗൈസ് വീണ്ടും നമുക്കൊരു കാപ്പിബ്രാനെ കിട്ടിയിട്ടുണ്ട്. നോ ഗൈസ് കാപ്പിബ്രാനെ നമുക്ക് ഓൾറെഡി ഒന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ അത് മേടിക്കില്ല. നമുക്ക് ഏതെങ്കിലും വേറെ വെറൈറ്റി ടർട്ടിൽ നമ്മുടെ ഇല്ല ഉണ്ട് ഗൈസ്. ടർട്ടിൽ ഉണ്ട്. ഓക്കെ വേറെ
ഏതെങ്കിലും വെറൈറ്റി ആനിമൽസ്? നോ 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 നോ, വല്ല വെറൈറ്റി സാധനങ്ങള്? നോ ഗൈസ്, പാരറ്റ്. യോ ഗൈസ്, കിട്ടി ഹാംസ്റ്റർ, നമ്മുടെ എലിക്കുട്ടൻ. ഗൈസ് നമ്മുടെ പൈസ ഇല്ല. ഞാൻ എന്നുള്ള ഗൈസ് നമ്മുടെ പൈസകളൊക്കെ ഒന്ന് പോയി കളക്ട് ചെയ്തിട്ട് നമ്മുടെ എത്ര കാശാവും നോക്കട്ടെ. ഗൈസ് കണ്ടോ, $4.6 million. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ പൈസക്ക് നമുക്ക് ഏതെങ്കിലും നല്ലൊരു ആനിമലിനെ കിട്ടും നോക്കാം. യു ഗൈസ് കിട്ടി, ഒരു ബുള്ളിനെ കിട്ടി. യു ഗൈസ് ലെറ്റ്സ് ഗോ. ഇവൻ നമുക്കുള്ള ഗൈസ് 3.5K വെച്ച് തരും. യു ഗൈസ് ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ ഇപ്പുള്ള പൈസക്ക് ഞാനൊന്ന് റീബർത്ത് ചെയ്യാൻ പോണ്. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റും. മൾട്ടി റോൾ ചെയ്യണമെങ്കിൽ നമുക്ക് 11 റീബർത്ത് പോയിന്റ് വേണമല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ 2 മില്യൺ കൊടുത്തിട്ട് 10 റീബർത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല ഗൈസ് ഈ മൾട്ടി റോൾ ചെയ്യണോ അതോ ലക്ക് ബൂസ്റ്റ് ചെയ്യണോ? നമുക്കുള്ള ഗൈസ് 2 പ്രാവശ്യം ലക്ക് ബൂസ്റ്റും അതേപോലെ തന്നെ റീബർത്ത് ബട്ടൺ. ഓക്കെ, റീബർത്ത് ബട്ടൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് 15 റീബർത്ത് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് 5 മില്യൺ വേണമല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഫൈനലി നമുക്ക് ലിസാർഡിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പൈസ പോയി കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബുള്ളുള്ള ഗൈസ് നമുക്ക് 3.4K വെച്ച് തരും. കണ്ടു ഗൈസ്, 2.6 മില്യൺ, 1.5 മില്യൺ. ഓക്കെ, അത് ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ലിസാർഡിനെ അങ്ങനെ മേടിക്കാൻ പോവാണ്. ലിസാർഡ് അത്യാവശ്യം വലുതാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ലിസാർഡ് അത്യാവശ്യം വലുതാ. പക്ഷെ ഇവന്മാർ അത്ര പൈസ ഒന്നും തരില്ലടാ ഗൈസ്. ലിസാർഡ് എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇവന്മാരുണ്ടല്ലോ, ഇവന്മാരെക്കാൾ അടിപൊളി ഇവന്മാരൊക്കെ നമുക്ക് നല്ല പൈസ തരും. അപ്പൊ ഞാൻ ചെന്നിട്ട് നമ്മുടെ 15 റീബർത്ത് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്കുള്ള ഗൈസ് മൾട്ടി റോൾ ഒരെണ്ണം മേടിച്ചേക്കാം. അതേപോലെ ലക്ക് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാഷ് ബൂസ്റ്റ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അത് മൊത്തം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. യു ഗൈസ് കണ്ടു, നമുക്കിവിടെ 3 റോൾ പാഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഗൈസ് റോൾ പാഡ് ഒന്നും വന്നിട്ട് കാര്യമില്ല. നമുക്ക് നല്ല നല്ല ആനിമൽസ് ആണ് വേണ്ടത്. ഗൈസ് ലെറ്റ്സ് ഗോ. ബുള്ള് വീണ്ടും വന്നിട്ടുണ്ട്, അതുപോലെ ഈഗിൾ വന്നിട്ടുണ്ട്. ഞാൻ എന്താണ് ഗൈസ് ഇവിടുന്ന് പൈസ ഒക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ആ ബുള്ളിനൊന്നും കൂടി മേടിക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്കൊരു 4 റോളും കൂടി ചെയ്യണമെങ്കിൽ നമുക്കൊരു എപ്പിക് വരുന്നതാണ് പറഞ്ഞേക്കണത്. ഓക്കെ, ഇനി 3 റോളും കൂടിയും. ഓക്കെ, 2 റോള്. നോ ഗൈസ്, ഇതിലൊന്നും കിട്ടിയില്ല. ഓക്കെ ഗൈസ്, ലാസ്റ്റത്തെ റോളാണ്. യോ ഗൈസ്, അപ്പൊ ഇതിൽ നമുക്ക് ഏതെങ്കിലും എപ്പിക് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. അതെ ഗൈസ്, ഏതൊരു എപ്പിക് സാധനം വരുന്നുണ്ട്. ഇത് എന്തായിരിക്കും ഗൈസ്? എന്തായിരിക്കും? ഓ ഗൈസ്, ക്രൊക്കോഡില്. ലെറ്റ്സ് ഗോ. ഷിൻജാന് കിട്ടിയത് ആലിഗേറ്റർ. യോ ഗൈസ്, അങ്ങനെ അവനെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ നമുക്കുള്ള ഗൈസ് സിസ്കെ വെച്ച് തരും. അപ്പൊ ഞാൻ എന്തായാലും ഇവനെ അവിടെ വെച്ചിട്ടുണ്ട്. യോ ഗൈസ് കണ്ടോ, ഇവ നമുക്ക് പൈസ തരും. നോക്കി, നല്ല രീതിക്ക് ഇവ നമുക്ക് പൈസ തരുന്നുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് ഇവന്മാരത് മൊത്തം ഒന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഞാനൊന്ന് അടുത്ത റീബർത്ത് ഒന്ന് ചെയ്യട്ടെ. ലെസ്കോ. ഞാൻ എന്തായാലും 20 റീബർത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്കുള്ള ഗൈസ് നമ്മുടെ ലക്ക് ബൂസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ക്യാഷ് ബൂസ്റ്റ്, പിന്നെ ജംപർ മിനിറ്റ്. ലെറ്റ്സ് ഗോ. യോ ഗൈസ്, അപ്പൊ ഇപ്പൊ നമുക്ക് വേറൊരു വെറൈറ്റി സാധനം. ഓ ഗൈസ്, ഇത് കണ്ടിട്ടൊരു കുതിരയാന്നാണ് തോന്നുന്നത്. അതെ ഗൈസ്, ഒരു ഹോഴ്സ്. അപ്പൊ ഈ ഹോഴ്സ് നമുക്ക് 300 മില്യണോ? ഓ ഗൈസ് കണ്ടോ, $300 മില്യൺ. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഷിൻജാനെ നമുക്ക് എന്തായാലും തോപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് മാക്സിമം പൈസ കളക്ട് ചെയ്തിട്ട് ഒരു $300 മില്യൺ ആക്കാൻ പറ്റും നോക്കട്ടെ. എനിക്കറിയില്ല ഗൈസ് നമുക്ക് $300 മില്യൺ ആക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നടക്കൂല. എന്ത് നടക്കില്ല? നീ പറഞ്ഞില്ലേ കുതിരനെ പിടിച്ചാൽ തോപ്പിക്കാൻ പറ്റുന്നുള്ളത്. എന്റെ അതേപോലത്തെ 3 കുതിരയുണ്ട്. എന്ത് 3 കുതിരയോ? നീ കള്ളം പറയണടാ. അല്ല ടോയ്സ്, അല്ല. വാ, ഞാൻ കാണിച്ചുതരാം. വാ. ഷിൻജാനിൽ 3 കുതിര ഉണ്ടെന്നോ? അതെ, വന്ന് നോക്ക്. വാ ടോയ്സ്, ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം എന്റെ കുതിരക്കുട്ടനെ. കണ്ടു ടോയ്സ്, കണ്ടു. ഷിൻജാനെ കുതിര ഇത്ര വലുതാണല്ലേ? അതെ ടോയ്സ്, അതെ. ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ട് തോപ്പിക്കാൻ പറ്റുന്നുള്ളത്. ഷിൻജാനെ പക്ഷേ ഷിൻജാനെ ഞാൻ നിന്നെ തോപ്പിക്കറാ. പിന്നെ ടോയ്സ് ഇത് കണ്ടോ, അറ്റത്തായിട്ട് കരടിക്കുട്ടൻ. എവിടെ? ഷിൻജാനെ നിന്റെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലേ? ഞാൻ എന്റെ പെറ്റുകളോണ്ട് മഴ തീർത്തട്ടെ, അങ്ങനെയാണെങ്കിൽ മ്യൂട്ടേഷൻ കിട്ടും. ഞാൻ നോക്കേ. ഷിൻജാനെ 2 കുതിരയോ? നമുക്ക് ഒരു കുതിര തന്നെ മേടിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. പക്ഷെ അതിനുള്ള ഗൈസ് $300 മില്യൺ വേണം. അതാണ് ഗൈസ് പ്രശ്നം. അപ്പൊ ഞാനുള്ള ഗൈസ് ഇവിടെ 4 മണി കൂടി എടുക്കാൻ പോവാണ്. യോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ $300 മില്യൺ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനുള്ള ഗൈസ് ഈ $300 മില്യൺ കുതിരക്കുട്ടൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവനുള്ള ഗൈസ് നല്ല വലുതാ. കണ്ടു. അതെ ഗൈസ്, ശരിയാ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ല ഗൈസ്, ഒറ്റ മിനിറ്റ്. ഇവൻ നമുക്ക് എത്ര വെച്ച് തരും നോക്കട്ടെ. 60Kയോ? അതെ ഗൈസ്, ഇവൻ നമുക്ക് 60K വെച്ച് തരും. ഞാൻ ഗൈസ് ഇവനൊന്ന് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അവനെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവൻ നമുക്കുള്ള ഗൈസ് 60K വെച്ച് തരൂലേ? യോ ഗൈസ്, അങ്ങനെ നമുക്കൊരു 2 ബില്യൺ ഒരു ഡിനോസറിന് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പക്ഷെ ഗൈസ് ഇപ്പൊ നമ്മുടെ 1.3 ബില്യൺ ഉള്ളൂ. എന്നുള്ള ഗൈസ് ഒരു 700 മില്യൺ കൂടി കളക്ട് ചെയ്യാൻ പറ്റും നോക്കട്ടെ. പിന്നെ ഗൈസ് നമുക്കൊരു പൂച്ചക്കുട്ടിനും അതേപോലെ കരടിക്കുട്ടിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും ഗൈസ് ഒരു 2 ബില്യൺ എങ്ങനെയും കളക്ട് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് ഇവനെ കിട്ടും. ഇവൻ നമുക്കുള്ള ഗൈസ് ഒരു സെക്കൻഡിൽ 200K വെച്ച് തരും.
ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഒരു $2 ബില്യൺ വേഗം തന്നെ ആക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ ഈ ഡിനോസർ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവൻ നമുക്ക് എത്ര വെച്ച് തരും? ഓ ഗൈസ്, ഇവന്റെ കേജ് നോക്കിയേ, വലിയ കേജാ. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇവൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓ ഗൈസ് കണ്ടോ, നമുക്കൊരു കാര്യം ഞാൻ ഗൈസ് ഇവനും കൊണ്ട് നമുക്ക് ഷിൻജാൻ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഇങ്ങോട്ട് പറ ഡിനോസർ കിട്ടാ. എടാ ഷിൻജാനെ, ഇത് കണ്ടോ? നിന്റെ പിന്നാലെ എന്തിനാ വരുന്നേ? ഓടിക്കോ. എടാ ഷിൻജാൻ, അതെന്റെ പെറ്റടാ. ഡിനോസറോ? അതെടാ ഷിൻജാനെ, എങ്ങനെയുണ്ട്? ഇവൻ കൊള്ളാലോ. ഇവൻ എത്ര വെച്ചരും? ഇവനോ, ഇവ 200K. എന്ത് 200Kയോ? കണ്ടോ ഷിൻജാനെ, കണ്ടോ? ഇവൻ കൊള്ളാം. ഡിനോസറിനെ കിട്ടിയല്ലേ? ആടെ സൊട്ടേ. അപ്പൊ ഷിൻജാനെ തോപ്പിച്ചല്ലേ? അത് പറ്റില്ല. ഏട് സൊട്ടേ, നിന്നോട് എന്നിട്ട് പറഞ്ഞേ? അതെ, സോറി ഷിൻജാനെ, ഞാൻ ടോയ്സിനോടെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ ജയിച്ചേ. എന്റെ ഒട്ട പക്ഷിയുണ്ട്, കണ്ടു. ദാ നോക്ക്. ഞാനിത് എന്ത് കുഞ്ഞിതാ? അതും പറ്റില്ല ടോയ്സേ. ഇവൻ നിന്റെ ഇല്ല. ഇല്ല, എന്റെ ഇല്ല. അപ്പൊ ഞാനല്ലേ ജയിച്ചേ? അല്ലട ഞാൻ അതങ്ങനെ ശരിയാവും. എന്റെ ആണിതേ 2 ബില്യൺ ഡിനോസർ ഉള്ളത്. അതാണ് ഞാൻ ഇന്ന് ടോയ്സ് ജയിച്ചേ. നീ മിണ്ടരുത്, ഞാൻ ജയിച്ചേ. എന്താ ഞാൻ തോൽവി സമ്മതിക്കില്ലല്ലേ? നീയല്ലേ പറയണ്ടേ, അവര് പറയട്ടെ. എന്നാ അവരോട് ചോദിക്കാം. ഗൈസ്, അപ്പോ ഷിൻജാനാണോ ഞാനാണോ ജയിച്ചെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.